ഗൈസ്, നമ്മളുടെ ഈ എജ്യൂപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടി എല്ലാ വീഡിയോസും കണ്ടുപോകുന്ന മക്കൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ചാമ്പ്യൻസ് ആവണം, IITസിലും NITസിലും ഒക്കെ പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളാണ് അല്ലേ. ഇപ്പോഴേ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന കുട്ടികളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇതിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഈ ഒരു +2 കഴിഞ്ഞ് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് എന്നിട്ടും കിട്ടാതെ പിന്നെയും ഉറക്കങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഈ ഒരു ഒളിമ്പ്യാഡ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് IITസിലൊക്കെ എൻ്റർ ആവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഒളിമ്പ്യാഡ് എന്താണ് എക്സാം, ഈ എക്സാമിൻ്റെ ലെവൽസ് ഏതൊക്കെയാണ്, ഇതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നു കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ ഒരു ഒളിമ്പ്യാഡ് എക്സാം എന്ന് പറയുന്നത്, ഒളിമ്പ്യാഡിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇത്രയും 5 ലെവൽസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ലെവലാണ് IOQM. IOQM സെപ്റ്റംബർ 6 കേട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് ആണ് ഫസ്റ്റ് ലെവൽ. ദെൻ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് RMO, അത് നവംബർ 15 റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. ദെൻ അടുത്തതാണ് INMO, ജാനുവരി 17 ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവും, IMOTC, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പ്. അത് കഴിഞ്ഞ് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടികളായിരിക്കും ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ഈ ഒളിമ്പ്യാഡ് എന്തിനാണെന്നറിയോ? ഈ ഒളിമ്പ്യാഡ് നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കോളേജസിൽ IIT ബോംബെ, IIT മദ്രാസ്, IIT കാൻപൂർ, IIT ഗാന്ധിനഗർ, ISI കൊൽക്കത്ത, ISI ബാംഗ്ലൂർ, CMI, IIT ഹൈദരാബാദ്, ഇവിടേക്കൊക്കെ ഫ്രീ എൻട്രിയാണ്. JEE നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ 14 കോഴ്സ് ഉണ്ട്, ഇതിൽ 6 കോഴ്സാണ്, ഇതിലെല്ലാ കോഴ്സും വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്നതല്ലേ നല്ലത്. എടാ സത്യം പറയാലോ, ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. ഈ ഒരു 12th മുന്നേയുള്ള ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏജാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് IOQM, അതായത് നമ്മളുടെ ആദ്യത്തെ ലെവലിലെ IOQM എക്സാമിൻ്റെ പാറ്റേൺ ആണ് മിസ് പറയുന്നത്. ഇതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യന് 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 20 മാർക്ക്. 3 മാർക്ക് ക്വസ്റ്റ്യനും 10 ആണ് വരുന്നത്, 30 മാർക്ക് ഉണ്ടാവും. 5 മാർക്ക് ക്വസ്റ്റ്യനും 10 ആണ് വരുന്നത്, 50 മാർക്ക് ഉണ്ടാവും. ആൻഡ് IOQM എക്സാമിൻ്റെ പാറ്റേൺ ഇതാണ് വരുന്നത്. ദെൻ നമ്മളുടെ IOQM എക്സാമിൻ്റെ ഒഫീഷ്യൽ സിലബസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒഫീഷ്യൽ സിലബസിൽ തന്നെ ചിലത് നമ്മളുടെ 10th വരെ കാര്യങ്ങളുണ്ട്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ബിയോണ്ട് 10th മുകളിലുള്ളത് ഉണ്ടാവും. ആൻഡ് നമ്മളുടെ മറ്റതെന്ന് പറയുന്നത് ഈ റെഡ് കളറിൽ, ഈ വൈറ്റിൽ കൊടുത്തത് നമ്മളുടെ 10th വരെ പഠിപ്പിക്കുന്നതാണ്. 10th കഴിഞ്ഞിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ യെല്ലോയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി റെഡിൽ നമുക്ക് സിലബസിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇതുവരെ ചോദിക്കാത്തതാണ് നമ്മളുടെ റെഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് പ്യുവർലി NCERT ബേസ്ഡ് ആയിരിക്കും. NCERT നിങ്ങൾ 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്, മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും. ഓക്കെ, ഇനി നമ്മളുടെ കട്ട് ഓഫ് മാർക്കാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ റീജിയണൽ എക്സാം ആണ് അടുത്ത് വരുന്നത്. ആ റീജിയണൽ എക്സാമിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഡൽഹിയിൽ 10 to 11 വരെ, 8th to 11th വരെ 37 ആണ് കട്ട് ഓഫ്. ആൻഡ് ഇതെന്ന് പറയുന്നത് 49 ആണ് 12th. ഇതാണ് നമ്മളുടെ ഗോവ, രാജസ്ഥാൻ, തെലങ്കാന, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെയാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. ഇനി കേരളയിലാണെങ്കിൽ 8th to 11th വരെ 21 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആൻഡ് 12th 32 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക്, റീജിയണൽ ലെവൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് നമുക്ക് ലോജിക്കൽ റീസണിങ്, അതായത് ലോജിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വളരെയധികം അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് എജ്യൂപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി, അല്ലാണ്ട് ഞാൻ ഇപ്പം ജോയിൻ ചെയ്യണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യും, നിങ്ങൾക്ക് ഓക്കെ ആണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും, ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോജിക്കൽ തിങ്കിങ് ഒക്കെ നിങ്ങളുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നേക്കാളും നിങ്ങളുടെ ട്യൂഷൻ, അതായത് നിങ്ങളുടെ സ്കൂൾസിൽ പഠിക്കുന്നേക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ
നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലോജിക്കൽ തിങ്കിങ്ങിനുള്ളതും ആപ്റ്റിറ്റ്യൂഡിനുള്ളതും ഒക്കെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഒളിമ്പ്യാഡായി മാറാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഒളിമ്പ്യാഡ് കോച്ചിങ്ങും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ സർപ്രൈസസ് ആയിട്ട് ഞങ്ങളൊക്കെ വരും. ആൻഡ് അടുത്ത് ഇമ്പോർട്ടൻസ് ഓഫ് ലോജിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വെറുതെ ആണോ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് ചോദിക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. അതായത് നമുക്ക് IOQM എക്സാം 2025 നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ തിയറി വെറും ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയതായിരുന്നു. നമ്പർ തിയറിയിൽ 9 പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആ 9 പ്രോബ്ലംസ് 35 മാർക്കിനുള്ളതായിരുന്നു. ആൻഡ് ജിയോമെട്രിക്കിൽ 7 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആൻഡ് 23 മാർക്സ് ആയിരുന്നു അതിൽ നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദെൻ ഓൾജിബ്രയിലാണെങ്കിൽ 4 ഉണ്ട്, അത് 13 മാർക്ക് ഉണ്ടാവും. ദെൻ ജനറൽ മാത്തിൽ 3 ഉണ്ട്. ദെൻ കോമ്പിനേറ്ററിക്സിൽ 7 പ്രോബ്ലംസ് ഉണ്ട് 22 മാർക്കിന്. ഇതിൽ തന്നെ ഇവർ പറയുന്നത് 5 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു. കുറച്ചുകൂടി ഈസി ഉള്ളത് വെരി ഈസി ആയിരുന്നു 5 ക്വസ്റ്റ്യൻസ്. ഒരു മീഡിയം ലെവൽ ഈസി ആയിരുന്നു 6 ക്വസ്റ്റ്യൻസ്. ദെൻ മോഡറേറ്റ് ലെവലിലായിരുന്നു 11 ക്വസ്റ്റ്യൻസ്. ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന വെറും 8 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ നിങ്ങൾക്ക് ഈ ലോജിക്കൽ തിങ്കിങ് അത്യാവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോജിക്സ് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയതായിരുന്നു ഇതിലുള്ള പകുതി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ലോജിക്കും അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ടിനുള്ള വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമിലുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഒളിമ്പ്യാഡായി മാറണം, നിങ്ങൾക്ക് IITസിലൊക്കെ ഫ്രീ ആയിട്ട് എൻട്രി വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. സോ അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.